Welcome all. So today I am going to take module 5 of Advanced Control Theory. This is about nonlinear systems. So in this section we will have an introduction about nonlinear systems, then characteristics of nonlinear systems. Introduction. So we are familiar with linear systems. We know that linear systems are those systems which obey the principle of superposition. അങ്ങനെയാണെങ്കിൽ നോൺലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത സിസ്റ്റമാണ്. എന്താണ് ഈ സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ആ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് x1 ഓഫ് ടിയും x2 ഓഫ് ടിയും ആയിരുന്നപ്പം ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് y1 ഓഫ് ടിയും y2 ഓഫ് ടി ആയിക്കോട്ടെ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ രണ്ട് ഇൻപുട്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻ കൊടുക്കുകയാണ്. അതായത് ആൽഫ 1 ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് ആൽഫ 2 ഇൻറ്റു x2 ഓഫ് ടി എന്ന് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം സൂപ്പർപൊസിഷൻ ഒബേ ചെയ്യുവാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട്സ് ആൽഫ 1 ഇൻറ്റു y1 ഓഫ് ടി പ്ലസ് ആൽഫ 2 ഇൻറ്റു y2 ഓഫ് ടി എന്നുള്ള ഔട്ട്പുട്ട് തരുവാണെങ്കിൽ അതെന്താ? ലീനിയർ സിസ്റ്റം ആണെന്ന് പറയാം. അതായത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നു. എക്സാമ്പിൾ y ഈക്വൽ ടു ax പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ടി എന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ സിസ്റ്റമാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ പ്രാക്ടിക്കലി മജോറിറ്റി ഓഫ് ദ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. പക്ഷെ നമുക്ക് നോൺ ലീനിയർ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ ഒരു ജനറൽ മെത്തേഡ് ഒന്നുമില്ല. അപ്പോൾ ഈ ലീനിയർ ടെക്നിക്സ് വെച്ച് അതിനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആകത്തില്ല, ഒരു ബ്രോഡ് ഇമേജ് തരത്തുള്ളൂ, അക്യുറേറ്റ് ആകത്തില്ല. സോ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അനലൈസിനും സിന്തസിസിനും ഒന്നും ജനറൽ മെത്തേഡ്സ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ നോൺ ലീനിയർ സിസ്റ്റത്തിന് നമ്മൾ തന്നെ എംപ്ലോയ് ചെയ്യണം അനലറ്റിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്ത് വേണം ഇതിനെ അനലൈസ് ചെയ്യാൻ. അല്ലാതെ ഒരു ജനറൽ മെത്തേഡൊന്നും നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അനാലിസിസിനും സിന്തസിസിനും ഇല്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം. ഇപ്പം നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഒബേ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സോ അത് കാരണം ലീനിയർ സിസ്റ്റത്തിൻ്റെ പോലെ നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഒരു ടെസ്റ്റ് സിഗ്നൽ കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ് അനലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള സിഗ്നലിന് ഇതായിരിക്കും അതിൻ്റെ ബിഹേവിയർ എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂ ടു ദിസ് റീസൺ, ഇൻ കോൺട്രാസ്റ്റ് ടു ദ ലീനിയർ കേസ്, ദ റെസ്പോൺസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ് ടു എ പർട്ടിക്കുലർ ടെസ്റ്റ് സിഗ്നൽ ഈസ് നോ ഗൈഡ് to their behavior to other inputs. ഈ സിഗ്നലിന് ഇതാണ് ബിഹേവിയർ എങ്കിൽ അടുത്ത സിഗ്നലിന് ഇതാണ് ബിഹേവിയർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നോൺ ലീനിയർ സിസ്റ്റം. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ സിസ്റ്റം റെസ്പോൺസ് മേ ബി ഹൈലി സെൻസിറ്റീവ് ടു ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? അത് സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൽ സ്റ്റെബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടിനെ, അതേപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ്. So the nonlinear system may exhibit limit cycles which are self-sustained oscillations of fixed frequency and amplitude, and other characteristics include the nonlinear systems may have jump resonance in the frequency response, and the output will have harmonics and subharmonics when excited by sinusoidal signals, and these also exhibit phenomena such as frequency entrainment, asynchronous quenching, etc. അപ്പോൾ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പം ആ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിൽ ഓസിലേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ് എക്സിബിറ്റ് ചെയ്യും. ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡുള്ള ഓസിലേഷൻസ്. അപ്പോൾ അത് അൺസ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, ദ വേർജ് ഓഫ് ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. അതേപോലെ ഫ്രീക്വൻസി എൻട്രെയിൻമെൻറ്റ്, പിന്നെ ജംപ് റെസൊണൻസ്, ഇങ്ങനത്തെ ഫിനോമിന ഒക്കെ നോൺ ലീനിയർ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യും. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. So behavior of nonlinear systems in detail. In the frequency response of the nonlinear system, the amplitude of the response may jump from one point to another for decreasing or increasing values of frequency.
അതായത് ഇപ്പം നമുക്ക് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ജമ്പ് ചെയ്യും ഫോർ വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഫ്രീക്വൻസി കൂടുമ്പോൾ കുറയുമ്പോൾ റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ജമ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഫിനോമിനനെ ആണ് ജമ്പ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം നോക്കിക്കേ, മെക്കാനിക്കൽ സിസ്റ്റം വിത്ത് ഹാർഡ് സ്പ്രിംഗ് ഉണ്ട്. ഹാർഡ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ കെ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വിത്ത് സോഫ്റ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ കെ ഡാഷ് ലെസ് ദാൻ 0. അപ്പോൾ കെ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 നോക്കുക. ഈ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി ഒമേഗ കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുവാണ്. ആംപ്ലിറ്റ്യൂഡ് 1 നിന്ന് 2 പോയി ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച്. വീണ്ടും ഫ്രീക്വൻസി കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? 2 നിന്ന് അത് 3 ജമ്പ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് ഒരുപാട് കുറഞ്ഞു പോയി. പിന്നെയും ഫ്രീക്വൻസി കൂടിയപ്പം 3 നിന്ന് 4 വന്നു. അതിനുശേഷം ഈ 4 എന്ന് പറഞ്ഞ ഹയസ്റ്റ് ഫ്രീക്വൻസി, അവിടെ നിന്ന് ഫ്രീക്വൻസി കുറഞ്ഞപ്പം ഇത് എങ്ങോട്ട് വന്നു? 4 നിന്ന് 3 വഴി 5 എത്തി. വീണ്ടും അതിൻ്റെ ഫ്രീക്വൻസി കുറയാൻ നോക്കിയപ്പം എന്ത് സംഭവിച്ചു? ആംപ്ലിറ്റ്യൂഡ് 5 നിന്ന് 6 വന്നു, 6 നിന്ന് തിരിച്ച് 1 വന്നു. ഇങ്ങനെ ഫ്രീക്വൻസി വേരി ചെയ്യുന്ന അനുസരിച്ച് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ജമ്പ് ചെയ്യുന്ന ഫിനോമിനനെ ആണ് എന്ത് പറയുന്നത്? ജമ്പ് റെസൊണൻസ് എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡ് നോക്കുക. കെ ഡാഷ് ഗ്രേറ്റർ ദാൻ 0ൽ ഫ്രീക്വൻസി കൂടുന്ന അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടി, അതേപോലെ ഇവിടെ കെ ഡാഷ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുവാണ്? കുറേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും. When a nonlinear system is excited by a sinusoidal signal, the response will have steady-state oscillations called subharmonic oscillations. അപ്പം നമ്മുടെ നോൺലീനിയർ സിസ്റ്റത്തിന് ഇൻപുട്ട് ഒരു സൈനസോയ്ഡൽ സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഈ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് ഓസിലേഷൻസ് ഉണ്ടാവും. അതിന് പറയുന്നതാണ് സബ് ഹാർമോണിക് ഓസിലേഷൻസ്. സബ് ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോൺ ലീനിയർ സ്റ്റഡി സ്റ്റേറ്റ് ഓസിലേഷൻസ് whose frequencies are an integral submultiple of the forcing frequency. അപ്പോൾ ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഓസിലേഷൻസ് എക്സിബിറ്റ് ചെയ്യും. അതാണ് സബ് ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു. നോൺ ലീനിയർ സിസ്റ്റം എക്സിബിറ്റ് ലിമിറ്റ് സൈക്കിൾ. ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓസിലേഷൻസ് ഓഫ് ദ റെസ്പോൺസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം വിത്ത് ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അങ്ങനത്തെ ഓസിലേഷൻസ് ഉള്ളതാണ് ലിമിറ്റ് സൈക്കിൾ. ഇത് അൺസ്റ്റേബിൾ ആക്കാം, സ്റ്റേബിൾ ആക്കാം. സോ വേർജ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന കേസാണ്. ആ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒന്ന് മാറിയാൽ മതി, അത് അൺസ്റ്റേബിൾ ആയിട്ട് പോകും. നെക്സ്റ്റ് നമ്മുടെ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ മറ്റൊരു ബിഹേവിയർ ആണ് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു നോൺ ലീനിയർ സിസ്റ്റം അത് എക്സിബിറ്റ് ചെയ്യുന്ന ലിമിറ്റ് സൈക്കിളിന്റെ ഫ്രീക്വൻസി ഒമേഗ എൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ഒമേഗയും ആയിരിക്കും. സോ ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി. ഈ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി കാരണം ഒരു ഓസിലേഷൻ ഉണ്ടായി. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ മൈനസ് ഒമേഗ എൽ ആണ് ഫ്രീക്വൻസി. അപ്പം അതിന് പറയുന്നതാണ് എന്ത്? ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഈ ബീറ്റ് ഫ്രീക്വൻസി ലീനിയർ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഒമേഗ എല്ലിനോട് അടുത്ത് വരുമ്പോൾ, ഒമേഗ എല്ലിനോട് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഒമേഗ മൈനസ് ഒമേഗ എൽ അല്ലേ, അതെന്തായിട്ട് മാറും? 0 അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. പക്ഷെ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ കേസിൽ ഈ ഒമേഗ എൽ എന്ന് പറയുന്ന ലിമിറ്റ് സൈക്കിളിന്റെ ഫ്രീക്വൻസിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി, ഫോഴ്സിങ് ഫ്രീക്വൻസി എൻട്രെയിൻ ചെയ്യും. ഒരു സർട്ടൻ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയിൽ എൻട്രെയിൻ ചെയ്യും. അപ്പം അങ്ങനത്തെ ആ ഫിനോമിനെ പറയുന്നതാണ് എന്താ? ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക് ദിസ് ഫിഗർ, ഒമേഗ മൈനസ് ഒമേഗ എൽ ഒമേഗ. അപ്പോൾ ഇത് കുറഞ്ഞു വന്നു. പക്ഷെ ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി, സോൺ ഓഫ് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്ന് പറഞ്ഞാൽ ദ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ഇൻ വിച്ച് എൻട്രെയിൻമെന്റ് ഒക്കേഴ്സ് ഈസ് കോൾഡ് സോൺ ഓഫ് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഈ റീജിയനിൽ എന്തുവാ? ഒമേഗയും ഒമേഗയിലും കൂടെ ഒരു ഫ്രീക്വൻസി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, ഒമേഗ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതാണ് നോൺ ലീനിയർ സിസ്റ്റത്തിലെ ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്ന് പറഞ്ഞാൽ. നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ മറ്റൊരു ബിഹേവിയർ ആണ് എന്ത്? അസിൻക്രോണസ് ക്വെഞ്ചിങ് അല്ലെ സിഗ്നൽ സ്റ്റെബിലൈസേഷൻ. നമ്മൾ ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കിനെ ക്വെഞ്ച് ചെയ്യുക പറഞ്ഞാൽ ആർക്കിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെ എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അസിൻക്രോണസ് ക്വെഞ്ചിങ് എന്ന് വെച്ചാൽ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൽ ലിമിറ്റ് സൈക്കിൾസ് ഉണ്ടാകും.
അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ എൽ ആയിരിക്കട്ടെ. അപ്പോൾ ആ ഫ്രീക്വൻസി കാരണം ഉണ്ടാകുന്ന ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഒമേഗ ക്യൂ. അങ്ങനെ നമ്മളൊരു ഫോഴ്സിങ് ഫ്രീക്വൻസി കൊടുക്കുന്നത് വഴി ആ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെ എലിമിനേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത് അസിൻക്രോണസ് ക്വെഞ്ചിങ് അല്ലെങ്കിൽ സിഗ്നൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. In this section, module 5 start ചെയ്തു non-linear systems, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ ഫിനോമിന അത് എക്സിബിറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എല്ലാ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ such as jump resonance, frequency, entrainment, asynchronous quenching, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, എല്ലാവരും പഠിക്കണം. Thank you.